നമസ്കാരം. നവകേരള സദസ്സിലെ ആക്രമണങ്ങളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ജീവനക്കാർക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കോടികൾ വിദേശ യാത്രാ വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതിപക്ഷ യുവജന സംഘടനകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ CPM പ്രതിരോധത്തിലായതിന് തൊട്ടു പിന്നാലെയാണ് ആഭ്യന്തര പൊതുഭരണ വകുപ്പുകളിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതൃത്വവും ഒരേ സമയം ഇരട്ട പ്രഹരത്തിലാണ്. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാനും സുരക്ഷാ ജീവനക്കാർക്കുമെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ പിണറായി വിജയനും കുടുംബവും കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ വിദേശ യാത്രകൾക്കായി വിമാന ടിക്കറ്റ് ഇനത്തിൽ മാത്രം 1 കോടിയിലധികം രൂപ പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിച്ചതിന്റെ കൃത്യമായ കണക്കുകളും വിവരാവകാശ രേഖയിലൂടെ പുറത്തുവന്നു. ലക്ഷങ്ങൾ പിടിച്ചുള്ള മന്ത്രിമാരുടെ വിദേശ യാത്രകളും അക്രമ രാഷ്ട്രീയവും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനായിരിക്കും വഴി തുറക്കുക. UDF സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുൻ ഇടത് ഭരണകാലത്തെ ആക്രമണങ്ങളിൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. 2023 ഡിസംബറിൽ നവകേരള സദസ്സിനിടെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ജീവനക്കാരടങ്ങുന്ന സംഘത്തിനെതിരെയാണ് പുതിയ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഈ തീരുമാനത്തെ മുൻനിർത്തി പാലക്കാട് മുൻ MLA രാഹുൽ മാങ്കുട്ടത്തിൽ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. എന്നും വിജയൻ ആയിരിക്കില്ല കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് ഓർക്കണം. വിജയൻ സേനയ്ക്കെതിരെ SIT അന്വേഷണം തുടങ്ങി. കണക്ക് പറഞ്ഞു തന്നെ പോകാമെന്നാണ് രാഹുൽ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. എന്നാൽ ഈ രാഷ്ട്രീയ വാക്പോരുകൾക്കിടയിലാണ് മുൻ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെ വിദേശ യാത്രാ ചെലവുകളുടെ കൃത്യമായ വിവരാവകാശ കണക്കുകൾ പുറത്തുവരുന്നത്. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് അഷറഫ് ASന് ലഭിച്ച രേഖകൾ പ്രകാരം 2016 മുതൽ 2026 വരെയുള്ള 10 വർഷത്തെ കാലയളവിൽ പിണറായി വിജയൻ, ഭാര്യ കമല, പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷ് എന്നിവരുടെ വിമാന ടിക്കറ്റിനായി മാത്രം കൃത്യമായി 1,59,121 രൂപ പൊതു ഖജനാവിൽ നിന്ന് അനുവദിച്ചു. 2 പിണറായി സർക്കാരുകളുടെയും കാലത്ത് നടത്തിയ യാത്രകളിലെ തുകയുടെ വിഭജനം ഇങ്ങനെയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2016 ഡിസംബറിലെ UAE യാത്രയ്ക്ക് മുഖ്യമന്ത്രിയുടെ ടിക്കറ്റ് നിരക്കായ 93,295 രൂപയും 2018 ജൂലൈയിലെ അമേരിക്കൻ യാത്രയ്ക്ക് 3,82,807 രൂപയും 2019 മെയിലെ UK യാത്രയ്ക്ക് 43,925 രൂപയും ചെലവഴിച്ചു. 2019 നവംബറിലെ ജപ്പാൻ, ദക്ഷിണ കൊറിയ സന്ദർശനത്തിൽ മുഖ്യമന്ത്രിക്ക് 4,45,181 രൂപയായി. ഈ യാത്രയിൽ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് 2,39,049 രൂപ, വ്യവസായ മന്ത്രി EP ജയരാജൻ 4,45,217 രൂപ, ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ 4,35,289 രൂപ, PA സുനീഷ് 3,26,465 രൂപ എന്നിവരും ലക്ഷങ്ങൾ കൈപ്പറ്റി. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഖജനാവിൽ നിന്ന് ഏറ്റവും വലിയ തുക വിമാന ടിക്കറ്റുകൾക്കായി ചോർന്നത്. 2022 ജനുവരിയിലെ ആദ്യ അമേരിക്കൻ യാത്രയ്ക്ക് മുഖ്യമന്ത്രിക്ക് 9,39,231 രൂപയും ഭാര്യ കമലയ്ക്ക് 9,29,231 രൂപയുമാണ് അനുവദിച്ചത്. അതേ വർഷം ഏപ്രിലിൽ നടത്തിയ രണ്ടാമത്തെ അമേരിക്കൻ യാത്രയിൽ മുഖ്യമന്ത്രിക്ക് 13,97,663 രൂപയും ഭാര്യ കമലയ്ക്ക് 13,97,663 രൂപയും നൽകി. ഈ യാത്രയിൽ PS സുനീഷിന്റെ ടിക്കറ്റിനായി 9,02,586 രൂപയും പൊതുപണം ചെലവിട്ടു. 2022 ഒക്ടോബറിലെ നോർവ UK യാത്രയിൽ മുഖ്യമന്ത്രിക്ക് 5,16,881 രൂപയും PAക്ക് 5,16,738 രൂപയും ചെലവായി. ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരായ V അബ്ദുറഹിമാൻ 5,21,947 രൂപ, P രാജീവ് 4,06,411 രൂപ, V ശിവൻകുട്ടി 3,16,028 രൂപ എന്നിവരും ലക്ഷങ്ങൾ കൈപ്പറ്റി. ഒടുവിൽ 2023 ജൂണിൽ നടത്തിയ അമേരിക്ക, ക്യൂബ യാത്രയ്ക്കായി മുഖ്യമന്ത്രിക്ക് 13,03,471 രൂപയും PAക്ക് 9,63,968 രൂപയും നൽകിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ധനമന്ത്രി KN ബാലഗോപാൽ 9,39,565 രൂപയും
ആരോഗ്യമന്ത്രി വീണ ജോർജ് 8,44,125 രൂപയും യാത്രാ ചെലവായി കൈപ്പറ്റിയെന്ന് പൊതുഭരണ വകുപ്പിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. ഈ യാത്രകളിലൊന്നും താമസ ചെലവ് കൈപ്പറ്റിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണെങ്കിലും വിമാന ടിക്കറ്റ് ഇനത്തിൽ മാത്രം കോടിക്കണക്കിനാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ഒഴുക്കിയത്. കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ശമ്പളവും പെൻഷനും കൊടുക്കുവാൻ പണമില്ലാതെ ട്രഷറി പൂട്ടിക്കിടക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബസമേതം ലക്ഷങ്ങൾ പൊടിച്ച് വിദേശത്ത് വിനോദയാത്ര നടത്തിയത്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ കൊള്ളയ്ക്ക് കാലം കാത്തുവെച്ച മറുപടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരാവകാശ രേഖകൾ. മാത്രമല്ല, അന്ന് നവകേരള സദസ്സിന്റെ പേരിൽ പ്രതിഷേധിച്ച തങ്ങളുടെ കുട്ടികളുടെ തല അടിച്ചു പൊളിക്കുവാൻ മുഖ്യമന്ത്രി നേരിട്ട് കൊട്ടേഷൻ നൽകിയ ഗൺമാന്മാരും ഗുണ്ടകളും ഇനി അഴിയണമെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ ഉയർന്നത്. പുതിയ ആഭ്യന്തര വകുപ്പിന്റെ SIT അന്വേഷണം കൃത്യമായി തന്നെ മുന്നോട്ട് പോകും. നിയമത്തിന് മുകളിലല്ല പിണറായി വിജയന്റെ വിജയൻ സേന എന്ന് തെളിയിക്കും. ഒരു വശത്ത് സ്വന്തം സുരക്ഷാ ജീവനക്കാർ നിയമ നടപടി നേരിടേണ്ടി വരുന്നതിന്റെ രാഷ്ട്രീയ തിരിച്ചടി, മറുവശത്ത് കുടുംബസമേതവും മന്ത്രിപ്പടയെ കൂടെ കൂട്ടി നടത്തിയ വിദേശ യാത്രകളുടെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നതിന്റെ നാണക്കേട്. രണ്ടും ഒന്നിച്ചു വന്നതോടെ വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷത്തെ സർക്കാർ ശ്വാസം മുട്ടിക്കുമെന്നത് ഉറപ്പാണ്. അധികാര കസേരകൾ ഒഴിഞ്ഞെങ്കിലും മുൻ ഭരണകാലത്തെ ആക്രമണങ്ങളും സാമ്പത്തിക ധൂർത്തുകളും ഒന്നൊന്നായി പുറത്തു വരുന്നത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കും. ഇരുപക്ഷത്തും തമ്മിലുള്ള ഈ കനത്ത സൈബർ പോരിടയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ടും പഴയ അഴിമതി ആരോപണങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും നിരവധി ട്രോളുകളും കമന്റുകളും ഒക്കെ തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്ന് വരുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ ജയിൽവാസം വരെ ആളുകൾ ഇതിലൂടെ മുന്നിൽ കാണുന്നുണ്ട്. പിണറായി വിജയൻ ജയിലിലേക്ക് പോകുന്ന ആ സുന്ദര നിമിഷം കൂടി കാത്തിരിക്കുന്നവർ ആരൊക്കെയാണ്? എന്തായാലും രക്ഷാപ്രവർത്തകർക്കൊക്കെ ബിഡിയുടെ വക കരുതൽ വരുന്നുണ്ട്. മർദ്ദനമേറ്റവർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനൊപ്പം മുൻ ഇടത് ഭരണകാലത്തെ കിഫ്ബി അഴിമതിയും വയനാട് ദുരന്തബാധിതർക്കായുള്ള പുനരധിവാസത്തിലെ അപാകതകളും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കിഫ്ബിയുടെ CEO രാജിവെച്ച് മുങ്ങിയിട്ടുണ്ട്. അയാളെ കൂടി ഒന്ന് തിരഞ്ഞു കണ്ടുപിടിക്കണം. കിഫ്ബി ചെയ്ത എല്ലാ പണികളും ഉടായിപ്പായിരുന്നു. അവസാനം വയനാട് ദുരന്തബാധിതർക്ക് നിർമ്മിച്ച പുതിയ വീടുകളിൽ പോലും ചോർച്ചയുണ്ടായി. പ്രതിപക്ഷ നേതാക്കളുടെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്കും വെല്ലുവിളികൾക്കും സോഷ്യൽ മീഡിയയുടെ കനത്ത മറുപടിയാണ് ഇടതുപക്ഷ യുവജന സംഘടനകൾ നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ പോസ്റ്റർ താഴെ ഡിവൈഎഫ്ഐ ചിങ്ങേലി മേഖലാ കമ്മിറ്റി ഔദ്യോഗികമായി കുറിച്ച കടുത്ത പ്രതികരണം ഇങ്ങനെയായിരുന്നു: സഖാവ് പിണറായി വിജയന്റെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ MS ഗോപികൃഷ്ണൻ കടയ്ക്കലിനെ നീ എന്തോ ചെയ്ത് കളയുമെന്ന് പറഞ്ഞിട്ട് അന്ന് പോയതാണ്. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അന്ന് നീ MLA ആയിരുന്നപ്പോഴാണ് നിന്നെ വെല്ലുവിളിച്ചത്. ധൈര്യമുണ്ടെങ്കിൽ കടയ്ക്കൽ വന്ന് കാണിക്കുന്നായിരുന്നു ഈ വെല്ലുവിളി.